Hello dear children, welcome to Kids Area Online. Class 5 മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി എക്സാം കഴിഞ്ഞു. വളരെ എളുപ്പമായിരുന്നു. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേമിന്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. എല്ലാ ദിവസവും സൂമിൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത്. LKG UKG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ്. മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർ അത് ഓർമ്മയിൽ വെച്ച് ആ സമയത്ത് അഡ്മിഷൻ എടുക്കാൻ ഓർമ്മിച്ചാൽ മതിയാകും. ഏത് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799. ഒന്നാമത്തെ ചോദ്യം, വായിക്കാം എഴുതാം. അശ്വതി കിടക്കുകയായിരുന്നു. അമ്മ വന്ന് അവളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്തൊരു തണുപ്പ്! അവിടെ ഒരു കിളി. കിളിയെ നോക്കിയിരുന്ന് സമയം പോയതറിഞ്ഞില്ല. സ്കൂളിൽ പോവാൻ നേരത്ത് അതാ രാവിലെ കണ്ട കിളി നിലത്ത് വീണ് കാൽ മുറിഞ്ഞു കിടക്കുന്നു. അശ്വതിക്ക് വിഷമമായി. വീട്ടിലേക്ക് ഓടി വെള്ളവും തുണിയും എടുത്ത് കിളിയുടെ കാലിൽ കെട്ടി. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ആ കിളി അതാ അവളുടെ തോളത്ത് വന്നിരിക്കുന്നു. മമിത ഹനാൻ എഴുതിയ ചെറിയൊരു ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, സമയം പോയതറിഞ്ഞില്ല. അശ്വതിയുടെ സമയം പോയത് എങ്ങനെയാണ് നമുക്കറിയാം. കിളിയെ നോക്കിയിരുന്നിട്ടാണ് സമയം പോയത് അല്ലേ? കിളിയെ നോക്കിയിരുന്നു. അശ്വതി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം അനുഭവപ്പെട്ടത് എന്താണ്? നല്ല തണുപ്പായിരുന്നു. കിളി നിലത്ത് വീണ് കാൽ മുറിഞ്ഞപ്പോൾ വെള്ളവും തുണിയും എടുത്ത് കിളിയുടെ കാലിൽ കെട്ടി. അശ്വതി ചെയ്തതിന് പിന്നിലുള്ള താല്പര്യം എന്താണ്? മനസ്സിലുണ്ടായ വിഷമവും സഹാനുഭൂതിയും സഹജീവികളോടുള്ള സ്നേഹം, മുറിവ് കെട്ടാനുള്ള കൗതുകം. വരുന്നത് 1ഉം 2ഉമാണ് ശരി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1ഉം 2ഉം ശരി. നാലാമത്തെ ചോദ്യം, ആ കിളി അവളുടെ തോളത്ത് വന്നിരിക്കാൻ കാരണമെന്ത്? ആ കിളി അവളുടെ തോളത്ത് വന്നിരിക്കാൻ കാരണം എന്താ? അവളോടുള്ള നന്ദിയും സ്നേഹവും. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയും വേണം. ഓപ്ഷൻ ഡി. ആരെയും സഹായിക്കരുതെന്നല്ല, അവരവരുടെ ക്ഷേമം മാത്രം നോക്കുക എന്നല്ല, മറ്റാർക്ക് വേണ്ടി സമയം കളയരുതെന്നല്ല, എല്ലാവരോടും സ്നേഹം സഹാനുഭൂതിയും വേണം എന്നതാണ് ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം. 2A, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ, സ്നേഹാനുഭവം. സ്നേഹം നമുക്ക് ശക്തി പകരും, ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കും. വളർത്തു ജീവികൾ, പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, ആരോടൊക്കെ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും? ഹൃദയത്തിൽ പതിഞ്ഞ ഒരു സ്നേഹാനുഭവം പങ്കുവയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ സ്നേഹാനുഭവം ആരോട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ച ഒരു സ്നേഹാനുഭവം പങ്കുവയ്ക്കുക എന്നാണ് ഈ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, കാര്യം. മിറിക്ക് അധ്വാനിച്ചേ തീരൂ. കാരണം മിറിയുടെ കൂട്ടുകാരുടെ വിഷമാവസ്ഥ പരിഹരിക്കണം. കാര്യം ശരിയാണിതിൽ. മിറിക്ക് അധ്വാനിച്ചേ തീരൂ. ഇത് ശരിയാണ്. ഇത് ശരിയാണോ? കാരണം തെറ്റ്. അപ്പോൾ ഇതിൽ വരുന്നത് കാര്യം ശരി, കാരണം തെറ്റ്. നന്മപ്പൂക്കൾ എന്ന പാഠത്തിൽ മിറിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് മിറിക്ക് അധ്വാനിച്ചേ തീരൂ. മിറിയുടെ കൂട്ടുകാരാണ് മിറിക്ക് സാധനങ്ങൾ നൽകുന്നതല്ലേ? അപ്പോൾ മിറിയുടെ കൂട്ടുകാരുടെ വിഷമാവസ്ഥ പരിഹരിക്കുകയാണോ വേണ്ടത്? അല്ല. അപ്പോൾ കാര്യം ശരി, കാരണം തെറ്റ്. സി ക്വസ്റ്റ്യൻ, ആ പന്തലിന്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കും. ആരാണ്? മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട്. അമ്പിളി അമ്മാവൻ പന്തലിന്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കും. വികൃതി പയ്യനെ പോലെ അല്ലെ? പഠിച്ചത് ഓർമ്മയില്ലേ? വികൃതി പയ്യനെ പോലെ. അത് തന്നെയാണ് അമ്പിളി അമ്മാവൻ. അപ്പൊ ഡി ആണ് ശരി. ഡി മാത്രം ശരി. അടുത്ത ചോദ്യം, കുറിപ്പ്. അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. അന്ധതയെ അതിജീവിച്ച് ജീവിതത്തോട് പോരാടിയ മിറിയെ നിങ്ങൾക്കറിയാം. പോരായ്മകളെ മറയാക്കി ജീവിതത്തിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണോ നമ്മൾ?
നിങ്ങളുടെ അഭിപ്രായം എഴുതുക. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് കുറവുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടവരാണോ? അല്ല. നമ്മൾ അതെന്ത് ചെയ്യണം? അതിനെ കവിഞ്ഞ് മുന്നോട്ട് വരണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്നുള്ളതായിരുന്നു, കുറിപ്പ് എഴുതുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. മൂന്നിന്റെ ബി ക്വസ്റ്റ്യൻ, വിശകലനക്കുറിപ്പ്. പൂക്കളെ അവൻ ഇഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. മുത്തശ്ശി ഒരു കഥ പറയുന്നു എന്ന പാഠത്തിൽ ഉണ്ണിക്കണ്ണൻ രാക്ഷസനെന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ. അയാളുടെ രൂപഭാവങ്ങളും കർക്കശമായ പെരുമാറ്റവും എല്ലാമാണ് അയാളെ അങ്ങനെ വിളിക്കാനും വെറുക്കാനും അവനെ പ്രേരിപ്പിച്ചത്. കുട്ടികളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? ഇത്തരം അനുഭവങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? പാഠസന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ആ പാഠത്തിൽ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതും നിങ്ങളുടെ അഭിപ്രായം കൂടെ ചേർത്തിട്ട് വിശകലനക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. വാഗ്മയ ചിത്രം. തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അവൾ അപ്പോൾ. അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര. പാഠഭാഗം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മിറിയുടെ ആ ചിത്രം തെളിഞ്ഞു വരുന്നില്ലേ? ഇതിന്റെ മനോഹരമായ ഒരു വാഗ്മയ ചിത്രം എഴുതുക. വാഗ്മയ ചിത്രം അവിടെ നിങ്ങൾ കാണുന്ന രീതിയിൽ വാഗ്മയ ചിത്രം എഴുതുക എന്നുള്ളതാണ് 4A ക്വസ്റ്റ്യൻ. 4B അഭിപ്രായക്കുറിപ്പാണ്. ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്ത് കൊബോയാഷി മാസ്റ്റർ മത്സരങ്ങളൊക്കെ തീരുമാനിച്ചത് തകാഹാഷിയെ കൂടി പരിഗണിച്ചാണെന്ന് വ്യക്തമായിരുന്നു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഇൻക്ലൂസീവ് കായികമേളയും കൂടി ഉൾപ്പെടുത്തിയതോടെ അവരും ധാരാളം മെഡലുകൾ നേടി വിജയാഹ്ലാദം പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കൂടി കായികമേളയിൽ അവസരം നൽകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറിപ്പെഴുതുക. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എന്താണോ ഇതിനെക്കുറിച്ച് പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കായികമേളയിൽ അവസരം നൽകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്, കുറിപ്പ് തയ്യാറാക്കാനാണ് 4B. 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി. 5ാമത്തെ ക്വസ്റ്റ്യൻ കഥാപാത്ര പരിചയമാണ്. ഇരുവശങ്ങളിലും പല്ലിളിച്ചു നിൽക്കുന്ന സിംഹപ്രതിമയുള്ള വീട്ടിലെ പൂന്തോപ്പിൽ ഉണ്ണിക്കണ്ണൻ കണ്ട ആ രാക്ഷസനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് അയാളുടെ പ്രത്യേകതകൾ? ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്തി കുറിപ്പെഴുതുക. ആ രാക്ഷസൻ എന്ന് പറഞ്ഞ ആ കഥാപാത്രം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതാനാണ്. ആ കഥാപാത്രം, ആ ഒരു രൂപവും എല്ലാം ചേർത്തിട്ട് എഴുതാൻ, കഥാപാത്രത്തെക്കുറിച്ച് എഴുതാനാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. 6ാമത്തെ ചോദ്യം ആസ്വാദന കുറിപ്പാണ്. ഒറ്റയല്ല, ആരുമില്ലാത്തവർക്കാരെങ്കിലും ചെറു സ്നേഹവാക്കോതിയാൽ മാത്രം മതി. എങ്ങനെ ജീവിതം സൗഖ്യമല്ലേ എന്ന കേവലാന്വേഷണം മാത്രം മതി. ആരൊക്കെയോ എൻ്റെ ജീവന്റെ കാവലായി കൂടെയുണ്ടെന്നുള്ള തോന്നൽ മതി. ഒറ്റയ്ക്കവർ തൻ്റെ ജീവിതത്തോണിയിൽ മെല്ലെ തുഴഞ്ഞു മുന്നേറിയിടാനായി. ശരദിന്ദു എഴുതിയ ചെറിയൊരു ഒറ്റയല്ല എന്ന കവിതയാണ്. നമുക്കിത് നമ്മുടെ പാഠഭാഗവുമായി ചേർത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ കിട്ടും. ആരുമില്ലാത്തവർക്ക് ചെറു സ്നേഹവാക്ക് മതി. എങ്ങനെയുണ്ട്, സുഖം അല്ലേ എന്നൊരു അന്വേഷണം മാത്രം മതി. അപ്പോൾ അവർക്ക് അവരെന്നെ അന്വേഷിക്കുന്നുണ്ട്, കൂടെ ഉണ്ടെന്നുള്ള തോന്നൽ വരും. അപ്പോൾ സ്നേഹവും പരിഗണനയും ലഭിക്കുക എന്നത് ഏവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ജീവിതത്തിൽ അത് മുന്നേറാനായിട്ട് അത് വളരെ സഹായിക്കും. കവിത വായിച്ചിട്ട് ആസ്വാദനം തയ്യാറാക്കുക എന്നതാണ് 6ാമത്തെ ചോദ്യം. അപ്പോൾ ഇതായിരുന്നു 5ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാം എളുപ്പമായിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.